കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു 1000 പേരുണ്ടെങ്കിൽ പുള്ളി പറയും 10,000 പേരുണ്ടായിരുന്നു. അങ്ങനെ പറയുള്ളൂ. എല്ലാം ഇച്ചിരി പൊലിപ്പിച്ചേ പറയുള്ളൂ. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തു പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? പുള്ളിയെ പണ്ടേ അങ്ങനെ അങ്ങനെ നേച്ചർ അങ്ങനെയാണ് പണ്ട്. അത് മനസ്സിലായി. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അത് നേരിട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. പറച്ചില് അവതരണമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈയിടെയായിട്ട് പുള്ളി ഇച്ചിരി കളിയാക്കുന്നുണ്ടോ ആൾക്കാർ? എളിമ ഓടിപ്പോയത്. എളിമ ഓടിപ്പോയത്. വിഷമം തോന്നുന്നുണ്ടോ? ചേട്ടാ എളിമ കാണിച്ചാലും കുഴപ്പമാണോ? ഇപ്പൊ ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആകാരിയാണെന്ന്. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ഇപ്പോൾ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. പക്ഷെ ശകലം കുറച്ചാ നല്ലതായിരിക്കും. ഞാൻ പറയാതിരിക്കാം പുള്ളി. മലയാളിക്ക് ഇത്രയും വേണ്ട. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. മലയാളിക്ക് ഇത്ര എളിമ കൊടുക്കരുത്. തമിഴിലൊക്കെ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. മതി മതി, മതി മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.